ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ബാംഗ്ലൂർ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിന് വേണ്ടി പോയപ്പോൾ ഇവാനു ആദ്യമായിട്ട് ബാംഗ്ലൂർ വന്നപ്പോഴുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇവാനുവിനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയായിരുന്നു. BMTCയിലാണ് ആദ്യം പോയത്. മജസ്റ്റിക്കിൽ നിന്നാണ് ഞങ്ങൾ BMTCയിൽ കയറിയത്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ശിവാജി നഗർ, ഞാൻ ബാംഗ്ലൂരിൽ 4 വർഷം ഉണ്ടായിരുന്നിട്ടോ ഷോപ്പിങ്ങിനോ കാര്യത്തിനൊന്നും ശിവാജി നഗറിൽ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഇവാനുവിനെ രാവിലെ തൊട്ടും ഫുൾ ടയേർഡായിരുന്നു. ടയേർഡെന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു, കുറച്ച് പോസ്റ്റായിരുന്നു. അതുകൊണ്ട് ഇവാന് നല്ല ടയേർഡായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ശിവാജി നഗറിൽ അവൾക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പോക്കാണത്. പോകുന്ന വഴി വിധാൻസൗധ ഫ്രണ്ടിൽ കൂടി ഞങ്ങൾ പോയത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവാനുവിനെ കുറച്ചു കാര്യങ്ങൾ, ഞങ്ങളുടെ പഴയ ഓർമ്മകളും കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. വിധാൻസൗധയുടെ ഒരു നല്ലൊരു വ്യൂ തന്നെയാണ് ഇത് കിട്ടിയത്. കറക്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ കൂടി ഫുള്ളായിട്ടത് കാണാൻ പറ്റിയിരുന്നു. വിധാൻസൗധ ഓപ്പോസിറ്റ് ലാൽബാഗ് അതിനെ കൊണ്ടൊന്ന് കറങ്ങണമെന്നൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ബസ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് 9:30ക്കാണ് ഞങ്ങൾ തിരിച്ചു പോരാനുള്ള പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശിവാജി നഗർ എത്താറായി. അടുത്ത സ്റ്റോപ്പാണ് ശിവാജി നഗർ എന്നാണ് കണ്ടക്ടർ പറഞ്ഞത്. അപ്പോൾ ശിവാജി നഗറിലെത്തിയിട്ട് ഞങ്ങൾ ആദ്യം പോയത് അവിടെ അടുത്തുള്ള പള്ളിയിലോട്ടാണ്. പണ്ടിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും അവിടുത്തെ സ്റ്റുഡൻസും കാര്യങ്ങളും ഈ പള്ളിയിലോട്ട് പോകുന്നത്. ഞാനിതുവരെ ഈ പള്ളിയിൽ പോയിട്ടില്ല. പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഈ രൂപം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു നമ്മുടെ പള്ളിയിലുള്ള സെയിം രൂപമാണ്. അതിൻ്റെ ഫോട്ടോയാണ് ഞാൻ ആ സൈഡിൽ കാണിച്ചത്. എൻ്റെ പള്ളിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രൂപമാണത്. രൂപത്തിനൊരു പേരുണ്ടായിരുന്നു, അതെന്താണ് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ശരിക്കും ഈ പള്ളി എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ഞാൻ ബാംഗ്ലൂർ പള്ളി എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ പള്ളിയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇതിനകത്തോട്ട് കയറിയപ്പോൾ കണ്ടത് ഒരു എന്താ പറയുക, ശരിക്കും ഞെട്ടിക്കുന്നൊരു കാഴ്ചയായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, പള്ളിയുടെ അകത്ത് ചെയ്തിരിക്കുന്ന സീലിംഗ് വർക്കുകളും അവിടുത്തെ രൂപങ്ങളും എല്ലാം അതിമനോഹരമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പള്ളിയിൽ കുറച്ച് നേരം ഇരുന്നു. നമുക്കധികം സമയം ഇരിക്കാനില്ല, കാരണം ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമുക്ക് മജസ്റ്റിക്കിൽ എത്തേണ്ടതാണ്. ഇവിടുത്തെ ട്രാഫിക്കിനെ കുറിച്ചൊന്നും നമുക്ക് വലിയ കണക്കൂട്ടലൊന്നുമില്ലല്ലോ. അപ്പോൾ പള്ളിയിലെ രൂപങ്ങളും കാര്യങ്ങളും എല്ലായിടത്തും അങ്ങനെ നടന്നു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞങ്ങൾ ശ്രദ്ധിച്ചത്, ഇവിടെ നമുക്ക് രൂപം തൊട്ടുമുത്താനുള്ളൊരു അവസരം നമുക്കില്ല. എല്ലാ രൂപങ്ങളും ഒന്നില്ലെങ്കിൽ ഹൈറ്റിലോ അല്ലെങ്കിൽ ഡിസ്റ്റൻസിലോ നമുക്ക് അങ്ങോട്ടുള്ളൊരു എന്താ പറയുക പെർമിഷൻ നമുക്കവിടെ ഇല്ല തൊട്ടുമുത്താനുള്ളത്. അങ്ങനെ പള്ളിയുടെ ചുറ്റുമുള്ള എല്ലാ രൂപങ്ങളും എല്ലാ കാഴ്ചകളും ഞങ്ങൾ കണ്ടു. എല്ലാ രൂപങ്ങളും അതിമനോഹരമായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരുന്നത്. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് പ്രാർത്ഥനകളോ മാസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഇതിനടുത്തുള്ളൊരു ചെറിയ ഹാളിലോട്ടാണ് ചെന്നത്. അവിടെ വിശുദ്ധന്മാരുടെയും പുണ്യാളന്മാരുടെയും എല്ലാ രൂപങ്ങളും അവർ പ്രത്യേകിച്ച് ഒരു ഓർഡറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ സ്പെഷ്യലായിട്ട് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, ആ ഗ്ലാസ്സിലോ രൂപത്തിലോ ഒന്നും തൊടാൻ ശ്രമിക്കരുതെന്ന് ഒരു സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. ബാംഗ്ലൂർ തെരുവിലൂടെ എത്തേണ്ടി നടക്കുന്ന ഒരമ്മയും മോളെയുമാണ് നമ്മൾ കാണുന്നത്. അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് പിന്നെ നോക്കാം. ഇതിപ്പോൾ കയറി ചോളം വേണോ? ഇവിടെ ഇരുന്ന രസോടാണോ? ജ്യൂസ് വേണോ? ഐസ്ക്രീം വേണോ? ഐസ്ക്രീം ഐസ്ക്രീം മേടിക്ക്.
ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരിൻ്റെ ഹൃദയം ലാൽബാഗിലാണ്. ഈ കൂട്ടനാകെ തളർന്ന് പരിപ്പായിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു മലയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ലാൽബാഗിൻ്റെ ഒരു അമ്പലമാണത്. ഞങ്ങൾ ബാംഗ്ലൂർ ലാൽബാഗിലോട്ട് അകത്തോട്ട് കയറിയതാണ്. പക്ഷേ ഇരുട്ടായിപ്പോയി. ഇവാനോ ഫുൾ ടയേർഡാണ്. നഴ്സിംഗ് കൗൺസിലിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നതായിരുന്നു. നടന്നേ. ഇതിപ്പോൾ ഇവാനോ ഒരു ഐസ്ക്രീം മേടിച്ചുകൊണ്ട് കുറേ നേരം നടക്കണേ. ഇരുട്ടായതുകൊണ്ടും ഇവിടെ ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ടും 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഈ ലാൽബാഗിൽ വരുന്നത്. ഇവിടെ കുറച്ച് കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ അകത്തോട്ടൊക്കെ ഫുള്ള് ഇരുട്ടായി. ഈ കാണുന്ന നമ്മുടെ ഗ്ലാസ് ഹൗസ്. അതിനകത്തോട്ട് പെൻട്രിയൊന്നും ഇല്ല, ആരും കയറ്റി വിടുന്നില്ല. ഇവൻ ഐസ്ക്രീം നിന്നപ്പോൾ ഉഷാറായി തുടങ്ങിയിട്ടുണ്ട്. ഇന്നാണെങ്കിലോ ബസ് ബുക്ക് ചെയ്തിട്ട് ആ ബസ് ക്യാൻസലായി. അപ്പം അതിൻ്റെ കാരണം അതിൻ്റെ റീഫണ്ടൊക്കെ കിട്ടാണ്ട് രണ്ടാമത് റീബുക്കിങ് ചെയ്യേണ്ടി വന്നു. ഇന്ന് 10 മണിക്കാണ്. ഇവനുള്ള നമുക്ക് ലോക്കൽ ബസ്സോ കാര്യങ്ങളോ ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് സ്ലീപ്പർ തന്നെയാണ് ചെയ്തത്. അവർ ഈ ഫോട്ടോ എടുക്കുന്നുണ്ട്. അവർ നമുക്ക് പ്രിൻ്റ് അപ്പം തന്നെ തരും തോന്നുന്നു. ചോദിച്ച് നോക്കാം. അതിപ്പോൾ ഇവിടെ നിന്ന് തന്നെ പോകണമെന്നാണ് പറയുന്നത്. അപ്പം നടന്ന് ഗ്ലാസ് ഹൗസിൻ്റെ ഇപ്പുറത്തെ സൈഡ് എത്തിയിരിക്കുകയാണ് ഗേൾസ്. പതുക്കെ നടക്കൂ ഗേൾസ്, പതുക്കെ കിടക്ക്. അവളെ ഫ്രണ്ട് കയറ്റി എടുക്ക്. ശേ എടുക്ക്, ഫോട്ടോ ഇട്ടു. അവിടേക്ക് ലാൽബാഗിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ മെട്രോയിലാണ് ലാൽബാഗിൽ നിന്ന് മജസ്റ്റിക്കിലോട്ട് പോയത്. മജസ്റ്റിക്കിലായിരുന്നു റൂമും കാര്യങ്ങളെല്ലാം അടുത്തിരുന്നത്. ഇപ്പോൾ മെട്രോയിൽ ഇവൻ ആദ്യമായിട്ടാണ് കയറുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഡൽഹി മെട്രോ കയറിയിട്ടുണ്ട്. പക്ഷേ ബാംഗ്ലൂർ മെട്രോയിൽ ആദ്യമായിട്ടായിരുന്നു. ഈ സെഷനിൽ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ലാൽബാഗിൽ. പക്ഷേ മെട്രോക്ക് അകത്തോട്ട് കയറിയപ്പോൾ നമുക്ക് സീറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇതൊരു ഓഫീസ് ടൈം കഴിഞ്ഞ സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഇവാനോ അകത്ത് അനൗൺസ്മെൻറ്റും പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടാണ് ഇരുന്നിരുന്നത്. നല്ല തിരക്കുള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ലാൽബാഗിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് ആണ്, 10 മിനിറ്റ് എടുത്തുള്ളൂ നമുക്ക് മജസ്റ്റിക്കിലെത്താൻ. ഒരു 3 സ്റ്റോപ്പ്. അപ്പോൾ നമ്മൾ പുറത്തോട്ടിറങ്ങുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. തിരക്ക് കാരണം നമുക്ക് ഫോണോ കാര്യങ്ങളോ പെട്ടെന്ന് ഇറങ്ങുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ മജസ്റ്റിക്കിൽ ഇറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല തിരക്കായിരുന്നു. ഞാനൊരു എന്താ പറയുക, നടക്കാൻ തന്നെ പേടിയായിരുന്നു. അത്രയ്ക്ക് തിരക്കായിരുന്നു. ഓരോ ട്രെയിൻ ഇറങ്ങുമ്പോഴോ ഒരുപാട് ആൾക്കാരാണ് മജസ്റ്റിക്കിൽ സെൻട്രൽ സ്റ്റേഷൻ ആയതുകൊണ്ട് ഇറങ്ങിക്കൊണ്ടിരുന്നത് വെച്ചാൽ ഞാൻ ഇത്ര പേർക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം തന്നെ നമ്മൾ 2 എസ്കലേറ്റർ കയറി ഇറങ്ങി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും എന്താ പറയുക, തിരക്കുള്ളൊരു വീഡിയോ ഞാൻ പിടിച്ചെടുക്കാനായിട്ട് കാണിച്ചു തരാം. അടുത്ത എസ്കലേറ്ററിൽ കയറുമ്പോൾ താഴത്തുള്ള തിരക്കൊന്ന് നോക്കിക്കോട്ടോ. അത്രയും പേര് പോകാനും കാര്യങ്ങളായിട്ട് ഒരു എസ്കലേറ്ററിൽ പോകുന്ന ആൾക്കാരാണ്. സ്റ്റെപ്പും കാര്യങ്ങളും നല്ല തിരക്കായിരുന്നു. ഇത് മെട്രോ സ്റ്റേഷൻ്റെ അടിയിലാണ് കേട്ടോ. ഓരോ റൂട്ടിലോട്ട് പോകാനുള്ള തിരക്കാണ് കാണുന്നത്. എല്ലാ സ്റ്റേഷനും കോമണായിട്ട് വന്നു പോകുന്നത് മജസ്റ്റിക്കിൽ വന്നിട്ടാണ്. മെട്രോയിൽ സ്റ്റേഷൻ നമ്മൾ കോറിഡോറിലെത്തിയപ്പോൾ അവിടെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത എസ്കലേറ്റർ ഇവിടെ എത്തിയപ്പോഴൊക്കെ നമ്മൾ ഇത്രയും തിരക്കോ കാര്യങ്ങളെല്ലാം കുറഞ്ഞിരുന്നു. ഇനി നമുക്ക് തിരക്ക് പിടിച്ച് പോകുന്ന കാരണം വീഡിയോയും കാര്യങ്ങളെല്ലാം
എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബാംഗ്ലൂർ എത്തിയപ്പോഴും രാവിലെ സർട്ടിഫിക്കറ്റിൻ്റെ കുറച്ച് ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ എനിക്കവിടെ വന്നപ്പോഴുള്ള വീഡിയോസും കാര്യങ്ങളും അങ്ങനെ നമുക്കെടുക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ അവസാനം ഞങ്ങളന്ന് ബാംഗ്ലൂരിനോട് വിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, മുകളിലെത്തിയപ്പോൾ അവിടെ എന്താ പറയുക കാമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. പക്ഷേ താഴെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഓക്കെ ആയി. അപ്പം ശരി.